ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നൊക്കെ പറയണത് ഒരു കാര്യം വേണ്ടി പറയാൻ വന്നതാണ്, ഒരു സന്തോഷകാര്യം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തൊട്ട് ഈ വീഡിയോ എൻ്റെ വ്ളോഗിലൊക്കെ നമ്മൾ DOV ഇടും, എന്ന് വെച്ചാൽ ഡേ ഇൻ അവർ വ്ളോഗ് ഇടും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡേ ഇൻ അവർ വ്ളോഗ്. അപ്പോൾ ഷോർട്ടായിട്ട് ഇടുന്നതൊക്കെ ആദ്യമായിട്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഇന്ന് സപ്പോർട്ട് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിക്കാൻ ആരും മറക്കരുത്. ഇപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, വെറുതെ കണ്ടിട്ട് പോകാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഇനി എന്താ ചെയ്യുക, ഇനിയിപ്പോൾ എനിക്ക് ജൂൺ 1 സ്കൂൾ തുറക്കുന്നത്. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളും എല്ലാം എനിക്ക് കാണിക്കാമല്ലോ നിങ്ങൾ, അതുകൊണ്ടുകൂടെ ഇത് ഞാൻ പ്ലാൻ ചെയ്തത്. അതുകൊണ്ടാണ് ഞാനിത് മെയിനായിട്ടും പ്ലാൻ ചെയ്തത്, രാവിലത്തെ വിശേഷങ്ങളെല്ലാം കാണാമല്ലോ. പിന്നെ വെച്ചാൽ എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഇതാണ്. അത് നമ്മളിനി ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം, എന്നാലേ റെഡി ആകത്തുള്ളൂ. ഫുള്ള് ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പോയിട്ടൊന്ന് മേല് കഴിയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയായിരുന്നു. അപ്പോൾ ഞാൻ വെളിയിലൊക്കെ ഇറങ്ങി മുടിയെല്ലാം നനഞ്ഞു കേട്ടോ. ഇനി പനി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പോയി ഒന്ന് മേലൊക്കെ കഴുകാം കേട്ടോ. അപ്പോൾ നമുക്ക് പോയി മേല് കഴുകിയിട്ട് വരാമേ. അപ്പോൾ നമുക്ക് മേല് കഴുകാം. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളെന്താ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത? എനിക്ക് ഇൻഫർമേഷൻ ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് ഡ്രസ്സ് എടുത്തിട്ട് വരാം കേട്ടോ. ഇവിടെ ഡ്രസ്സ് കാണുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് പുറത്ത് പോയിട്ട് എടുത്തിട്ട് വരണേ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. അപ്പോൾ ഗായ്സ് ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞൊരു പൊട്ടൊക്കെ തൊട്ടു. അതിന് നമുക്ക് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബ്രദറിനെ വിളിക്കാൻ പോകണം, കേശുവിനെ. അവൻ്റെ ട്യൂഷൻ അവിടെ അടുത്താണ്. അപ്പോൾ നമുക്ക് അവനെ അവിടെ പോയി വിളിച്ചിട്ട് വരാം. എല്ലാ ദിവസവും അവൻ്റെ ടീച്ചറാണ് കൊണ്ടുവിടുന്നത്. ഇവിടെ അടുത്താണ്, അവൻ്റെ ടീച്ചറാണ് കൊണ്ടുവിടുന്നത്. കാരണം എന്താണ്, ഞാനാണ് അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവിടാനൊക്കെ പോണത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു പ്രശ്നം ഇല്ല കേട്ടോ. അപ്പം പിന്നെ എന്താ ചെയ്യുക, അതുകൊണ്ട് തന്നെ ഞാൻ ഓടിയാണ് കേട്ടോ അവനെ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പോയി വിളിച്ചിട്ട് വരാമേ. അപ്പോൾ എല്ലാ ദിവസവും ഇവൻ്റെ ടീച്ചറാണ് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവിടുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു ഇനി ഇങ്ങനെ കൊണ്ടുവിടുന്നത്, കാരണം ഞാനാണ് ഇവനെ കൊണ്ടുവിടുന്നത്. ഞാനും സിദ്ധുവാണ് കൊണ്ടുവിടുന്നത്. വിളിക്കാൻ നേരം ഞാൻ മാത്രമേ പോകത്തുള്ളൂ കേട്ടോ. പിന്നെ അവനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ടീച്ചർ. അപ്പോൾ തിരിച്ച് ഞങ്ങൾ അവിടുന്ന് നടന്നെത്തി. അതൊന്നും കാണിച്ചില്ല കേട്ടോ. അപ്പോൾ അവൻ അവിടെ വീഴ്ചയൊക്കെ വീണിട്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ട് ആൾ പറയുന്നില്ല. സിദ്ധു ആണിത്. സിദ്ധു ഒരു ഹായ് പറഞ്ഞപ്പോഴത്തേക്കും ഇവന് പറയാൻ പറ്റി കേട്ടോ. കണ്ടല്ലോ സിദ്ധു പറഞ്ഞപ്പോൾ ഇവനും പറഞ്ഞു. അപ്പം നമ്മൾ ഇത്രയും കഴിഞ്ഞിട്ടും പറഞ്ഞില്ല. പിന്നെ ഇവൻ ഒരു അസൈൻമെൻറ്റ് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അസൈൻമെൻറ്റൊക്കെ എഴുതി കൊടുത്തു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ധുവിന് അസൈൻമെൻറ്റ് ഹിന്ദിയുടെ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫോട്ടോ ഈ ഫോണിലോട്ട് സെൻഡ് ചെയ്തു. നമ്മുടെ കുളം ആമ്പലും എല്ലാം റെഡി ചെയ്തു. നമ്മുടെ ഗാർഡനാണ്. ഇതാണ് അമ്മ നോക്കണ ഗാർഡൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.